നമസ്കാരം. ട്രഡീഷൻ ചികിത്സയിലൂടെ വികസിപ്പിച്ചെടുത്ത് അക്യുപഞ്ചറിലൂടെ നിരവധി രോഗങ്ങൾക്ക് ആശ്വാസം നൽകിയും നിരവധി പേർക്ക് തൊഴിലും അറിവും നൽകി രാജ്യത്തിന്റെ നവനിർമ്മിതികളിൽ പങ്കാളികളാക്കി സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാക്കി എൻവയലിന്റെയും ഹീലർ നിസാറിന്റെയും പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒപ്പം ചികിത്സാരംഗത്ത് നൂതനമായ ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ജർമ്മൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൊസൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആൾട്ടർനേറ്റീവ് എൻവൈഎൽ ഹീലിംഗ് ആൻഡ് മാർഷ്യൽ ആർട്സിലും ഭാര്യ ശ്രീമതി ജുനൈനക്ക് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻ എൻവൈഎൽ ഹീലിംഗ് എന്ന വിഷയത്തിലും PhD ലഭിച്ചു. ന്യൂഡൽഹി ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ അവാർഡ് നൽകി ആദരിച്ചു. ജർമ്മനി, ഫലസ്തീൻ, അഫ്ഗാൻ, ലിത്വാനിയ, ഉക്രൈൻ, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ ഡോക്ടറേറ്റ് ദാന പരിപാടിയിൽ സംബന്ധിച്ചു. വിശദീകരണമായി ഡോക്ടർ നിസാറും ഭാര്യ ഡോക്ടർ ജുനൈന നിസാറും എൻവൈഎൽ സെന്ററിൽ നടന്ന ഓൺലൈൻ മീഡിയ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്നു. അപ്പോൾ ആ മാർഷൽ ആർട്സിൽ നിന്ന് അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് കുംഫുൻ്റെ ഷാവലി കുംഫു എന്ന് പറഞ്ഞൊരു കുംഫുൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് എൻ്റെ മാസ്റ്റർ തിയോ പെങ്ഹാൻ. നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെ മാർഷൽ ആർട്സ് ഫീൽഡിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് പല ചികിത്സകളും നമ്മൾ പഠിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സ, കളരിമർമ്മം എല്ലാം പഠിച്ചിരുന്നു. അപ്പോൾ അന്ന് ആ ചികിത്സാ മേഖലയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യക്ക്, എൻ്റെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടിരുന്നു ബ്രെയിൻ ട്യൂമറായിട്ട്. അപ്പോൾ അന്ന് അവൾക്ക് ബ്രെയിൻ ട്യൂമർ വന്നപ്പോൾ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങളാണ് എന്നെ ചികിത്സാ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി പ്രചോദനം കിട്ടിയത്. കാരണം എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് മോട്ടുപാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്യുപഞ്ചർ ചെയ്യാൻ പോയി. അതിൽ നിന്നൊരു 3 ദിവസം കൊണ്ട് എടുത്തു കൊണ്ടുപോയ ആളെ എനിക്ക് എഴുന്നേൽപ്പിച്ച് നടത്തിക്കൊണ്ടുവരാൻ കഴിയും. ഞാൻ അക്യുപഞ്ചർ പല സ്ഥലത്ത് പഠിച്ചു. പുറത്തും നോർത്ത് ഇന്ത്യയിൽ നാഗ്പൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഗുരുക്കന്മാരെ കിട്ടുകയും ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ 10-13 ടൈപ്പ് അക്യുപഞ്ചറുകൾ പഠിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു കഴമ്പ് വെച്ചിട്ട് നമുക്കൊരു സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റി. അതിന് നമ്മളിപ്പോൾ ഇട്ട പേരാണ് എൻവൈഎൽ. എൻ്റെ പേര് തന്നെയാണ് നിസാർ എന്നുള്ളത്. യോങ്ലിയാന്ന് എനിക്ക് സ്ഥാനപ്പേര് ഇട്ടതാണ്. ഷാവലിൻ നെയിം കുംഫുവിൻ്റെ സ്ഥാനപ്പേരിടും. 33 ജനറേഷനിൽപ്പെട്ടാണ് ഷാവലിൻ ടെമ്പിളിലെ 33 ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് മാസ്റ്റർ ഇട്ട് കൊടുക്കുന്ന ഒരു പേരാണ് യോങ്. അതിൽ ലിയാൻ എന്നുള്ള കണക്ഷൻ കൂടി കേട്ടിട്ട് യോങ് ലിയാൻ എന്നാണ് അദ്ദേഹം എനിക്കിട്ട പേര്. അപ്പോൾ ആ നിസാർ യോങ് ലിയാൻ എന്നുള്ള പേര് വെച്ചിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തെ വിളിച്ചു. അതാണ് എൻവൈഎൽ. ഇതിൽ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്ന ആളെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അവരൊരു ഫോട്ടോ അയച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഏത് രോഗത്തിനാണെങ്കിലും ചികിത്സിക്കാം. ഇതിൽ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് രോഗം വരുന്നതും അവൻ്റെ എനർജിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവൻ്റെ എനർജി, കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ഹാർട്ടിന് ഉണ്ടാകുന്ന പ്രശ്നം, അതിനൊക്കെ റിപ്പയർ ചെയ്യാൻ പോയാലും കിഡ്നി അല്ല സത്യത്തിൽ പോയത്, ഹാർട്ടല്ല പോയത്. അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി സിസ്റ്റത്തിന് ഡാമേജ് വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നതെന്ന് ട്രഡീഷണൽ സിസ്റ്റങ്ങൾ പറയുന്നത്. അത് പഞ്ചഭൂത തത്വങ്ങളുടെ ഇംബാലൻസ് ആണെന്ന് അക്യുപഞ്ചറും ആയുർവേദവും എല്ലാം ലോകത്തുള്ള എല്ലാ ട്രഡീഷണൽ സിസ്റ്റങ്ങളും ഇത് തന്നെ പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും അതിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. ഞാനൊരു 23ഓളം ടൈപ്പ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം എടുത്തൊരു കഴമ്പ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. ഈ കളരിയിൽ നോക്കി അല്ലെങ്കിൽ ചൂണ്ടിയെല്ലാം മതം പൊട്ടി വരുന്നതിന് ആനേനെ ചൂണ്ടി നിർത്തി എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ അത് പൊട്ടത്തരായിട്ട് തന്നെയാണ് തോന്നാറ്. കാരണം അങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് തോന്നാറ്. പക്ഷെ ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു മാർഷൽ ആർട്സ്, സിലാത്ത് എന്ന് പറഞ്ഞ മാർഷൽ ആർട്സിൻ്റെ അണ്ടറിലുള്ള ഒരു സാധനം പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചിലതൊക്കെ തിരിഞ്ഞത് ഈ സാധനമൊക്കെ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പറ്റുന്ന ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് അവിടെ നിന്ന് എനിക്ക് പഠിക്കാനും കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഈ പറഞ്ഞ ചികിത്സാ സംവിധാനം. ഇപ്പോൾ നമ്മൾ ഏത് രോഗി വന്നാലും അവരെ തൊടാതെ, അവരുടെ രോഗം ചോദിക്കാതെ, ഏത് രോഗമാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, സ്ട്രോക്ക് പേഷ്യൻസ് ഉണ്ട്. ഇത് SLE, ലൂപ്പസ് എന്ന് പറഞ്ഞ രോഗം മോഡേൺ സയൻസിൽ മാറില്ല എന്ന് പറയുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഇതെല്ലാം നമുക്ക് ദിവസങ്ങൾ കൊണ്ട് മാറുന്നുണ്ട്. ഇതൊന്നും മെഡിസിൻ ഇല്ല, അവർക്ക് ഒരു മെഡിസിനും കഴിക്കേണ്ട, അവരുടെ ദേഹത്ത് തൊടുന്നില്ല, അവരെ കൊണ്ട് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നില്ല. സാധാരണ മനുഷ്യൻ ജീവിക്കണ പോലെ ജീവിക്കാം. ഷുഗറിന് പ്രഷറിനൊക്കെ മരുന്ന് പിടിച്ചിട്ട് മാറാത്ത ആളുകൾ 20 വർഷം 30 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസുലിൻ ഇല്ല, മരുന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്.
എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചക്ക് കണ്ണട വച്ചിട്ടും കണ്ണിൻ്റെ കാഴ്ച കിട്ടാത്തവർക്ക് കണ്ണടയില്ലാതെ ഇൻസുലിൻ ഇല്ലാതെ ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കിട്ടി ജീവിക്കുന്ന ശാരീരികമായി സന്തോഷത്തിൽ ജീവിക്കാൻ എൻവയൽ മെറിഡിയൻ ഹീലിംഗ് കൊണ്ട് സാധിക്കും. ഈ ഒരു വിഷയത്തിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും PhD ജർമ്മൻ യൂണിവേഴ്സിറ്റിയുടെ PhD കിട്ടിയത്. ഹസൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ PhD ആണ് കിട്ടിയത്. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. എത്ര രോഗികൾ ഇപ്പോൾ അസുഖം മൊത്തത്തിൽ മാറി? രോഗികൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, 10,000 കണക്കിന്. എനിക്ക് ഒരു ദിവസം 400-450 പേഷ്യൻസ് ഡെയിലി ഉള്ളതാണ്. 450 പേഷ്യൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് 50 പേരെ അല്ലെങ്കിൽ 100 പേരെ. ഏറ്റവും തിരക്ക് കൂടിയ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുക 50-100 പേരെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. നമുക്കിവിടെ 400-450 പേഷ്യൻസ് ഡെയിലി വന്നു പോകുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ട് ഇവിടെ ഇങ്ങനെ കയറ്റി ഇരുത്താം. ഇതിപ്പോൾ 50-100 പേരുണ്ടാവും. അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഷൻ വരും. അങ്ങനെ 100 പേരുടെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള 100 പേരെ നമുക്ക് കാണാവുന്ന വിസിബിൾ ആകുന്ന ലെവലിൽ ഇരിക്കുന്ന 100 പേരാണെങ്കിലും നമുക്ക് ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റും. ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന ആൾ അവരെ ഫോട്ടോ അയച്ചു തന്നാൽ എനർജിയെ ബാലൻസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയാണ് അവൻ രോഗം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരുത്തന് നടുവേദന വന്നാൽ അയാളുടെ രോഗം നടുവേദനയാണ്. സത്യത്തിൽ അയാൾ വിളിക്കുന്ന പേര് നടുവേദനയാണ് രോഗം എന്ന് പറയാം. സത്യത്തിൽ നടുവേദന അല്ലായിരുന്നു രോഗം. ഇപ്പൊ ഗ്യാസ്ട്രിക് പ്രോബ്ലം കൊണ്ട് നടുവേദന വരാം, അൾസർ കൊണ്ട് നടുവേദന വരാം, പ്രോസ്റ്റേറ്റ് പ്രശ്നം കൊണ്ട് നടുവേദന വരാം, കിഡ്നിയിൽ കല്ലുണ്ടെങ്കിലും നടുവേദന വരാം. ഇതെല്ലാം നടുവേദനയുടെ കാരണങ്ങളാണ്. നടുവേദന വരാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ നടുവേദനയെ ചികിത്സിക്കാൻ വേണ്ടി നടക്കുന്ന പാവങ്ങളാണ് ഇന്ന് ഇപ്പോഴും മരിക്കുന്നവരെ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി നടക്കുന്നത്. മോഡേൺ സയൻസിന്റെ രീതിയിൽ ചിലപ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. എനർജി ബേസ് ചെയ്ത് ഒരു ബോഡിയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരുന്നത് ആ എനർജി ട്രീറ്റ്മെന്റുകാർക്ക് തിരിയും. ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വന്നത്. അപ്പോൾ കാരണത്തിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ അവനക്ക് വന്ന രോഗവും അവന് അനുഭവിക്കപ്പെട്ട പ്രയാസങ്ങൾ എന്തോ ആ പ്രയാസങ്ങൾ മാറും, അവന്റെ രോഗം മാറും. ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നില്ല, രോഗങ്ങളെ മാത്രമാണ് ചികിത്സിക്കുന്നത്. കഴുത്തിലൊരു വലിയ മുഴയായിരുന്നു, തൈറോയിഡിനൊപ്പം നോഡ്യൂള് വളർന്നിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അത് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വളർന്നു വലുതായിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു. ECയിലായിരുന്നു ഓപ്പറേഷൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ ഞാനിവിടെ വന്നു നിസാർ സാറിൻ്റെ അടുത്ത് വന്നിട്ട് 27 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ. ആ 27 ദിവസത്തിനുള്ളിൽ മാറി വലിയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ